ഹലോ, ശിവധന വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താ രാവിലെ തന്നെ ഇലയൊക്കെ ആയിട്ട് നല്ലേ മൈലാഞ്ചിന്റെ ഇലയാണ് കേട്ടോ. ഈ ഇടയിൽ കാണുന്ന നരച്ച മുടിയൊക്കെ നമുക്ക് ചോപ്പിച്ചൊന്ന് എടുക്കണം. അപ്പോൾ ഇന്ന് എനിക്കൊരു വീക്ക് ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ജോലി ഇല്ല, പ്രഷറൊന്നുമില്ല, ഫുള്ളായിട്ട് വീട്ടിൽ നന്നായിട്ട് റെസ്റ്റ് എടുത്തിരിക്കാനുള്ള ഒരു ദിവസം. അങ്ങനെ അമ്മയും അച്ഛനൊക്കെ ഇന്ന് ജോലിക്ക് പോയതാട്ടോ. വീട്ടിൽ ഞാനും പൊന്നും മാത്രമേ ഉള്ളൂ. ശരിക്കും മൈലാഞ്ചി അരക്കുകയാണെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പറ്റില്ല. അത് നല്ല മയത്തിൽ ഇങ്ങനെ അമ്മിക്കല്ലിലിട്ട് അരച്ചെടുക്കുക തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ അമ്മി തപ്പിപ്പോയപ്പോൾ അതൊരു മൂലക്കൽ, മിക്സിയൊക്കെ വന്നതിന് ശേഷം പിന്നെ അമ്മിയൊന്നും ഉപയോഗത്തിലില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു മൂലക്കൽ ഇങ്ങനെ ആയി പോയിട്ടുണ്ട്. അങ്ങനെ തപ്പി പിടിച്ചെടുത്ത് കഴുകി നല്ലോണം വൃത്തിയാക്കി അങ്ങനെ മയത്തിൽ ഞാൻ നല്ല വൃത്തിയിൽ അങ്ങോട്ട് അരച്ചെടുത്തു. എനിക്ക് ചെറുപ്പത്തിലേ ഈ അമ്മിയിൽ ഇങ്ങനെ അരയ്ക്കാൻ വേണ്ടി ഭയങ്കര താല്പര്യം. അപ്പോൾ അമ്മ തേങ്ങ അരയ്ക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെറുതാകുമ്പോൾ തന്നെ പിന്നാലെ നടന്ന് ചോദിക്കും, എനിക്ക് അരയ്ക്കാൻ തരും. അപ്പോൾ അമ്മ തരികയില്ല. ലാസ്റ്റ് ഞാൻ എന്താക്കുന്ന അറിയോ, ഉള്ളിയൊക്കെ അരിഞ്ഞതിന് ശേഷമുള്ള തോലില്ലേ, വെളുത്തുള്ളി ഉള്ളി ഇതിൻ്റെയൊക്കെ തോല് ഞാൻ അമ്മ കളഞ്ഞത് പെറുക്കി കൊണ്ടുവന്ന് വന്നിട്ട് ഞാൻ എന്താക്കും അമ്മിയിൽ വെച്ച് അങ്ങനെ ഉരുട്ടി ഇങ്ങനെ കളിക്കുകയായിരുന്നു. എനിക്ക് അരയ്ക്കാൻ അത്ര ഇഷ്ടമായിട്ട്. പിന്നെ വീട് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും ചെയ്തത് ഞാനാട്ടോ. അപ്പോൾ ഓളിനോട് പറഞ്ഞു, അരച്ചത് എന്തായാലും ഇയ്യല്ലേ, അപ്പോൾ ഞാനൊരു പണി എടുക്കില്ല എന്ന് വിചാരിക്കില്ല, അതുകൊണ്ട് തുടയ്ക്കുന്ന ജസ്റ്റ് ഞാൻ കാണിക്കാൻ പറഞ്ഞിട്ട് വേഗം മോപ്പ് വാങ്ങിയിട്ട് ചെയ്യാട്ടോ അത്. പക്ഷെ തുണി അപ്പോൾ മടക്കി വെച്ചത് ചേച്ചി തന്നെയാട്ടോ. ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരികയായിരുന്നു. അതായത് കുറച്ച് ജോലികൾ ഡിവൈഡ് ചെയ്ത് തരികയായിരുന്നു. അതിൽ ഒന്നാമത്തെ പണി എന്താണെന്ന് വെച്ചാൽ, വീടിന് ചുറ്റും കുറേ വാഴ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 3 വാഴ അച്ഛൻ സെലക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പറയും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ വിട്ട് വന്നിട്ട് ആ വാഴ 3 നനയ്ക്കണം എന്ന് പറയും. അപ്പോൾ ഈ വീട്ടിൽ ഇതൊന്നുമില്ല, മോട്ടറൊന്നുമില്ല. അപ്പോൾ എന്താക്കണം, വെള്ളം കിണറ്റിൽ നിന്ന് കോരിയിട്ട് പാനിയിലാക്കി നിറച്ചിട്ട് വാഴൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് വേണം നനയ്ക്കാൻ. ഒരു വാഴ നനയ്ക്കുമ്പോൾ തന്നെ ഒരു 3-4 പാനി കോരുകയും വേണം. അപ്പോൾ ഞാൻ ചെറുതല്ലെന്ന്, അല്ല ഞാൻ അത്ര ചെറുതല്ല, എന്നാലും ഓളക്കാൾ 3 വയസ്സിന് ചെറുതല്ലേ. അപ്പോൾ എന്താക്കും, ചേച്ചിയാണ് അങ്ങനത്തെ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മെല്ലെ സ്കൂട്ടാവും, ഞാൻ ജസ്റ്റ് അടിച്ച് വാരിയാലും വെറുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ വേറൊരു ജോലി എന്താ വെച്ചാൽ, പശുക്കളുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആലയിലുള്ള ചാണകം മൊത്തം ഒരു ട്രേ ഉപയോഗിച്ച് വാരിയിട്ട് വേറൊരു കൊട്ടയിലേക്ക് ഇട്ടിട്ട് അതുകൊണ്ട് ചാണകക്കുഴിയിൽ തട്ടണം. അപ്പോൾ അങ്ങനത്തെ കുറേ ജോലികളൊക്കെ ചേച്ചി തന്നെയായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊന്നും ഞാനൊന്ന് സഹായിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ കുത്തലൊക്കെ എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷേ ഇനിയിപ്പം ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒക്കെ കഴിഞ്ഞതല്ലേ. പിന്നെ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ സ്കിൻ കെയർ ആട്ടോ. അപ്പോൾ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി എന്നെക്കാളും ചേച്ചിയാണ് അടിപൊളി. ചേച്ചി ഇങ്ങനെ ഓരോന്ന് പരീക്ഷിക്കുകയൊക്കെ ചെയ്യും. ചേച്ചിക്ക് സ്കിന്നിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ശ്രദ്ധയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡർ ആട്ടോ. 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് 110 രൂപയാണ് വരുന്നത്. അത് കുറച്ച് ഒരു ബൗളിലേക്ക് എടുത്ത് എന്നിട്ട് നല്ല കട്ടിയുള്ള തൈര് ആഡ് ചെയ്തു, പിന്നെ റോസ് വാട്ടറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ക്രീം പോലെ ആക്കി എടുത്തു. പിന്നെ ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ചിരി വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫേസ് പാക്ക് ഒക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളില്ലേ ചിരിക്കാൻ പാടില്ല. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്നും ഡ്രൈ ആവില്ല. അപ്പോൾ മുഖത്ത് സ്കിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ് ഇരിക്കുകയായിരിക്കും ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഒരുപാട് ചിരിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചുളിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചിരിക്കാനൊന്നും പാടില്ല. പക്ഷേ ഞങ്ങൾ ഫുള്ള് ചിരിയായിരുന്നു കേട്ടോ. കാരണം അത് തന്നെ ഞങ്ങളെ കോലം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ചിരി വരിക. കുറേ സമയം അങ്ങനെ ഇരുന്ന് ചിരിച്ച്. പിന്നെ ലെക്കിപ്പോൾ ഡബ് ചെയ്യുമ്പോഴും നല്ല ചിരി വരിക. കാരണം എന്താ അറിയോ, അടുത്തത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ പൊന്നുവിനോട് കുറേ വട്ടം ഈ പോർഷൻ ഒന്ന് ഡിലീറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കേട്ടില്ല. അങ്ങനെ അമ്പാടി വന്നു. അമ്പാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള മോനാട്ടോ. ആൾ നല്ല കുറുമ്പനാ, നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പാട്ട് പാടാനൊക്കെ അറിയാം അമ്പാടിക്ക്. അപ്പോൾ അംഗനവാടിയിൽ നിന്ന് നേരെ വേറെ സ്കൂളിലേക്ക് ആൾ പ്രൊമോഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ അങ്ങോട്ട് പാസ്സാക്കി. അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ ഫേസിലെ ടാനൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ നന്നായിട്ട് ഫീലായി. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങണം. പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒന്ന് പൊന്നുനിയും കൂട്ടി വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഫ്രഷായി ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ചായക്കടയിലേക്ക് വിട്ടു. ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പോകാൻ നേരം. നല്ല അടിപൊളിയായിരുന്നു. നല്ല ചൂടുള്ള പഴംപൊരി, ബോണ്ട, ഉഴുന്നുവട, അങ്ങനെ കുറേ ലഘുകടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ചെത്തുകടവ് നിന്ന് പെരിങ്ങള റോട്ടിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളോട്ട് കയറിയാൽ ഈ കട കാണാൻ പറ്റും കേട്ടോ. ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പൊന്നിന് വേണ്ടി മൈലാഞ്ചി അരച്ചു കൊടുത്തത്, 2 പൊന്നിൻ്റെ കൂടെ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ വീക്ക് ഓഫ് ഡേയിലെ വിശേഷങ്ങൾ. ഇഷ്ടമായാൽ ഞങ്ങളെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റാ.